മോർണിംഗ് എല്ലാ മലയാളികൾക്കും വീണ്ടും ഒരു സുപ്രഭാതം. ഓക്കെ, ഇന്ന് നമ്മൾ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ സീക്രട്സ്. നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ അറിയില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു റീഡിംഗ് ആണ്. ഓക്കെ, നമ്മുടെ തന്നെ സീക്രട്സ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് മൈൻഡ്? ഓക്കെ, റീഡിങ് ത്രൂ യുവർ സബ് കോൺഷ്യസ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇതും നമുക്ക് 4 ഫയൽ സിസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫയൽ നമ്പർ 1, 2, 3, 4. ഈ 4 ഫയലിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ ചിന്തിച്ച് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ച് ഒരു നമ്പർ സെലക്ട്. നമ്പർ 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ചൂസ് ഫ്രം ദാറ്റ്. ഓക്കെ, നമ്മളിവിടെ ഞാൻ റീഡ് ചെയ്യാൻ ഞാൻ ഒട്ടും എങ്ങനെയാണത് റീഡ് കിട്ടുന്നതെന്നോ എങ്ങനെയാണത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നോ ചിന്തിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിനു വേണ്ടി ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ദ സീക്രട്സ് വിതിൻ യു, എന്താ പറയുക, നിങ്ങളുടെ തന്നെ പോസിറ്റീവ് തിങ്സ്, നിങ്ങളുടെ തന്നെ നെഗറ്റീവ് തിങ്സ്. ഓക്കെ, നൗ ഐ ഗോട്ട് ആൻ ഐഡിയ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ പോസിറ്റീവ് തിങ്സ്, നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ നെഗറ്റീവ് തിങ്സ്, യുവർ സീക്രട്സ്. ഓക്കെ, അപ്പം നമ്മൾ ഫയൽ നമ്പർ 1 പോവാണ്. ഓക്കെ, നമുക്ക് പൊതുവായിട്ട് നോക്കാം, എന്നിട്ട് ക്ലാരിഫിക്കേഷൻ എടുക്കാം വേറെ കാർഡ് ഉപയോഗിച്ച്. ഓക്കെ, സോ ഫയൽ നമ്പർ 1, who are watching this video, ask your intuition, is this file is correct for you? Okay, I'm inviting the angels, the guardians, the keepers of the universe, the elements of the universe. Please command you the answer for whoever selected file number 1. I'm going to read that. Okay, we don't know, I don't know, nothing. This is nothing about love, it's all over. Okay, it's all about you, all about your secrets. Okay, file number 1, this is your secrets. Currently going secrets in your subconscious mind. Maybe you don't know. Okay, ഒരു പക്ഷേ നിങ്ങൾക്കിത് അറിയാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല.
ഓക്കെ, ഫയൽ നമ്പർ 1, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമുക്കൊന്ന് യാത്ര പോകാം. ഓക്കെ, ഐ ആം ഡ്രൈവിങ്. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവിങ്ങിൻ്റെ ദിശ കറക്റ്റാണോ അല്ലേ എന്ന് നിങ്ങൾ കമൻസിലിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓരോ കാര്യത്തിലും വളരെയധികം പ്രതീക്ഷയും, എല്ലാ കാര്യത്തിലും പ്രതീക്ഷ വയ്ക്കും. ഒരുപാട് പ്രതീക്ഷ, ഒരുപാട് പാഷൻ. നമ്മളിവിടെ പറയുന്നത് പ്രണയത്തിൻ്റെ കാര്യമല്ല, ബിസിനസ്സിൻ്റെ കാര്യമല്ല, ഒന്നുമല്ല. നമ്മൾ പറയുന്നത് നിങ്ങളാണ്. ഒരുപാട് പ്രതീക്ഷകൾ, എല്ലാം പുതിയതായിട്ട് ചെയ്യണം, എല്ലാം എനിക്ക് എപ്പോഴും ഒരു ഫ്രഷ് സ്റ്റാൻഡ് ജീവിതത്തിൽ എടുക്കണം. പഴയതിൽ തൂങ്ങിപ്പിടിച്ച് ചെറിയ കാര്യങ്ങൾ വിട്ടുകളയാനുള്ളത് വിട്ടുകളയാൻ താല്പര്യമുള്ള, സ്വന്തം മനസ്സിനോട് തന്നെ, സ്വന്തം ഹൃദയത്തോടും ആത്മാർത്ഥത പുലർത്തുന്നു. സ്വന്തം ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിന് ലോജിക്കായിട്ടും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹൈ പ്രീസ്റ്റസും മജീഷ്യനും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ തന്നെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ പിന്തുടരാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ, അതായത് ഈ പറയുന്ന വ്യക്തിയെ, ആരും ആയിക്കോട്ടെ, മറ്റുള്ളവർ ബഹുമാനിക്കണം എന്ന് കരുതുന്ന ഒരാളാണ്. മറ്റുള്ളവർ അവരെ ബഹുമാനിക്കണമെന്നും നിങ്ങളെ ബഹുമാനിക്കണം, നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നും ചിന്തിക്കുന്ന ഒരാൾക്കാരാണ്. ചില പാസ്റ്റ് ഓർമ്മകൾ അല്ലെങ്കിൽ പഴയകാല മെമ്മറീസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പഴയകാല മുൻജന്മ ബന്ധങ്ങളുടെ പ്രോബ്ലംസ് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും പുതിയതായിട്ട് തുടങ്ങണം, എപ്പോഴും ഫ്രഷായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു 3 of Swordsന്റെ എനർജി അതൊന്ന് തടക്കാണ്, സെൻസിറ്റീവായി പോവാണ്. ഹൃദയത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ഹൃദയത്തിൻ്റെ ആഹ്വാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ചെയ്തു വരുമ്പോൾ അത് വേറെ ലെവലിലായി പോകും. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവാം. നിങ്ങളത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ബിക്കോസ് ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ആയിട്ടുണ്ടാവാം, അതുകൊണ്ടുണ്ടായ ട്രോമ ഉണ്ടാവാം. ആ ട്രോമകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിട്ട് ഇപ്പോൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് ചില തത്വങ്ങൾ, മൂല്യങ്ങൾ, അല്ലെങ്കിൽ ചില ബിലീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് തന്നെയുള്ള ഒരു സ്റ്റെബിലിറ്റി, എല്ലാ കാര്യത്തിലും കമ്മിറ്റ്മെൻറ്റ് വേണം. ആരോടായാലും എന്തിനോടായാലും ഒരു ആത്മാർത്ഥത വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെയധികം തീക്ഷ്ണതയോടുകൂടി ഓടിച്ചെല്ലാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിൽ നിന്ന് പ്രശ്നങ്ങളും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഈ 3 of Swords വരുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മധ്യസ്ഥത പറയാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ തന്നെ ഇൻറ്റ്യൂഷൻ, ഹൈ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്കുണ്ട്. ബിക്കോസ് ഹൈ പ്രീസ്റ്റസ് ആൻഡ് മജീഷ്യൻ, നിങ്ങൾ തന്നെ ഒരു മസ്കുലിനും ഒരു ഫെമിനിൻ്റെയും ഒരു പൂർത്തീകരണ ഇതാണ്. നിങ്ങളുടെ പവറിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധമില്ല, അതാണ് കാര്യം.
നിങ്ങൾക്ക് ഹൈലി ഇൻറ്റ്യൂഷൻ പവറും ഹൈലി അത് എങ്ങനെ കൊണ്ടാണ് ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ, ഒരു വൈദിക അല്ലെങ്കിൽ വൈദികൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങളിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുള്ള നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇനി മുതൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ബിക്കോസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല മനുഷ്യർക്കും പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യണം. നിങ്ങളൊരു ഗിവറാണ്, കൊടുത്തുകൊണ്ടിരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. കിട്ടണം നിങ്ങൾ പ്രതീക്ഷിക്കാറില്ല. ശരിയാണോ എന്നറിയില്ല. ഇപ്പോഴും പല കാര്യങ്ങളിലും പലർക്കും നന്മ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ. പക്ഷെ അതിനോടൊപ്പം തന്നെ ജീവിതം ഒരു ആഘോഷമാകണം, ജീവിതം ആസ്വദിക്കണം എന്നൊരു ചിന്തയും നിങ്ങളുടെ സബ് കോൺഷ്യസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറയുന്ന പ്രോബ്ലംസും സെൻസിറ്റീവ്നെസ്സും ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ നിങ്ങൾക്ക് ആഘോഷങ്ങളുണ്ട്. നിങ്ങൾ പക്ഷെ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആഘോഷിക്കണം, പുറത്ത് പോകണം, കൂട്ടുകാരത്ത് പുറത്ത് പോകണം, കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വളരെ ഹൈലി ഇൻ്റലക്ച്വം ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള പവറും നിങ്ങളുടെ ബ്രെയിനിനുണ്ട് സബ് കോൺഷ്യസ്ലി. പക്ഷെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കി കണ്ടുപിടിക്കും. അറ്റ് ദ സെയിം ടൈം ജീവിതത്തിൽ എപ്പോഴും വിജയിക്കണം എന്ന ആഗ്രഹം കൂടുതലാണ്. സക്സസ്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സക്സസ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് പെയിൻ വരുന്നത്. അതെന്ത് കാര്യത്തിലും ആവട്ടെ, വളരെ പെട്ടെന്ന് സക്സസ് ആവണം എന്ന് വിചാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റുകയാണ്. തെറ്റുകൾ പറ്റുന്ന സമയത്ത് അതൊരു ഡീപ്പ് പെയിനായിട്ട് വരുന്നു. അവിടെ നിന്ന് പിന്നെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പം നിങ്ങളുടെ തന്നെയുള്ള കഴിവായിട്ടുള്ള ഹൈ പ്രീസ്റ്റിനെ മജീഷ്യനെ നിങ്ങൾ മറന്നു പോവാണ് ആ സമയത്ത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എന്താണ് നിങ്ങളുടെ പോസിറ്റീവ് തിങ്സ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് കാണുന്ന എപ്പോഴും എന്ത് കാര്യത്തിനും മുന്നിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ തടഞ്ഞു നിർത്തുകയാണ്. കാരണം നിങ്ങളുടെ മുൻ അനുഭവങ്ങൾ കൊണ്ടാവാം, നിങ്ങളുടെ ജീവിതത്തിൽ പലതും തീർന്നു പോയി, പലതും കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു കുറ്റബോധം നിങ്ങൾക്കുണ്ട്. ആ കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടെങ്കിൽ അതും നിങ്ങൾ റിക്കവർ ചെയ്യണം. എല്ലാ കാര്യത്തിലും വളരെ സ്പീഡ് കൂടുതലാണ്. സ്പീഡ് ഒന്ന് കുറയ്ക്കണം, ഒരു ന്യൂട്രലാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ള ലോജിക് പവറും ഇൻ്റലക്റ്റും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഒരു സീക്രട്ട് പവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ഇൻറ്റ്യൂഷൻ പവറാണ്. നിങ്ങളുടെ തന്നെ തേർഡ് ഐയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളത് വികസിപ്പിച്ചെടുത്തിട്ടില്ല എന്നുള്ളത് 100% എനിക്കിവിടെ ഷുവറാണ്. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസും മജീഷ്യനും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇൻറ്റ്യൂഷൻ മാത്രമല്ല, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറണമെന്നും റെസ്പെക്റ്റ് തിരിച്ചു കിട്ടണമെന്നും ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കാൻ നമ്മൾ മടിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവില്ല. അത്ര തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അതായത് ആത്മാഭിമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലാണ്. പക്ഷെ ഇപ്പോൾ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കാം. ക്ലാരിഫിക്കേഷൻസ് ഫോർ part number 1 for your subconscious mind. Clarification for High Priestess. Clarification for High Priestess. Okay? നമുക്ക് നോക്കാം. ഓക്കെ,
ഹൈ പ്രീസ്റ്റസിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയത് ടെമ്പറൻസ് കാർഡും കോയിൻസുമാണ്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ടെമ്പറൻസ് കാർഡ് എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണെങ്കിലും ഈ ഒരു പ്രത്യേക കാർഡിൽ ഇതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ദിസ് ഈസ് സംതിങ് എ മാർബിൾ സ്റ്റാച്യു. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കഴിവുണ്ടെന്ന്, പക്ഷേ യു ആർ നോട്ട് യൂസിങ് ദാറ്റ്. അതിനകത്ത് ഒരു ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ബാലൻസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഹൈ പ്രീസ്റ്റസ് എനർജിയുടെ മസ്കുലിൻ എനർജിയായ ഈ മജീഷ്യൻ എനർജിയും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടക്കുന്നത്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പം അതിലൊരു ബാലൻസ് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഓക്കെ, ഇനി ഞാൻ കാർഡ്സ് എടുക്കുന്നില്ല, കാരണം ഒന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല. 3 of Swords, clarification for your subconscious mind, card number 1. 3 of Swords. വേദനയുള്ള കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നത്, ഹാങ് ചെയ്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, പഴയകാല കാര്യങ്ങൾ, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്നും കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം. വിട്ടുകളയേണ്ട കാര്യങ്ങൾ പോലും കടിച്ചു പിടിച്ചു വെച്ചിരിക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ. റിലീസ്. ഓക്കെ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് കാർഡ്. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ഇറ്റ്? നിങ്ങളുടെ തന്നെ ഫിയേഴ്സ് കണ്ടോ? ഈ ഡെക്കാർഡിന്റെ ക്ലാരിഫിക്കേഷൻ 9 of Swords പ്ലസ് 3 of Pentacles. കറക്റ്റ്. കാരണം നിങ്ങളുടെ തന്നെ കുറേ ഭയങ്ങൾ, നിങ്ങളുടെ തന്നെ പാസ്റ്റിന്റെ ഭയങ്ങൾ, നിങ്ങളുടെ തന്നെയുള്ള ഗോസ്റ്റിംഗ് എഫക്റ്റ് വേറൊരാൾ തരണം എന്നായിരിക്കണം എന്നില്ല. നിങ്ങളുടെ തന്നെ നിങ്ങളിൽ തന്നെയുള്ള കുറേ ഭയങ്ങൾ. ആ ഭയങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തി അത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. That is what is called here. So, I need a clarification for World card. What is ended with you? World card for card number 1. Clarification. Clarification for pile number 1. World card. Right. ഞാൻ പ്രതീക്ഷിച്ച തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അത്ര ഉള്ളു. അത്ര നമുക്ക് കിട്ടുന്നതൊന്നും അങ്ങനെ വെറുതെ പോവാറില്ല. അതെനിക്ക് കിട്ടിയത് കൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ടാണ്. ദ ഓൾമൈറ്റി ഈസ് ഗിവിങ് സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ കാണണം ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. Lovers card, 10 of Wands reverse, Knight of Wands reverse. നമ്മൾ ചോദിച്ചത് വേൾഡ് കാർഡ്, കംപ്ലീഷൻ ഓഫ് സൈക്കിൾ. ഏതോ ഒരു സ്നേഹത്തിൻ്റെ, ലവ് അഫെയറിൻ്റെ ഒരു കംപ്ലീഷൻ നിങ്ങൾക്കുണ്ട്. ഇപ്പം കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു പാഷൻ ഇല്ല, ആ ബേർഡൻ നിങ്ങൾ ചുമക്കുന്നില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചുമക്കാൻ നിങ്ങൾക്ക് പുറത്ത് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് വെരി വണ്ടർഫുൾ. ഓക്കെ, അങ്ങനെ ഒരു ലെവലാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനി magician, clarification for magician, clarification for magician, number 1. Wonderful, wonderful. Look at that moon card. What else? Oh, wow, 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 wow.
9 of Wands, 3 of Swords and 6 of Swords. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മജീഷ്യൻ ത്രൂ. ഈ മജീഷ്യൻ നിങ്ങൾക്ക് ഇൻഡ്യൂഷനാണ്, നിങ്ങൾക്ക് മിസ്റ്റീരിയസുമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മൂൺ കാർഡിൻ്റെ ഒപ്പം വന്നേക്കണ കാർഡ്സിൻ്റെ ഗുണം കൊണ്ടാണ്. അപ്പം ഇതിലെ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ റെസിസ്റ്റീവ്നെസ്, ഇതെല്ലാം നിങ്ങളുടെ തന്നെ എന്തൊക്കെയോ പ്രോബ്ലംസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പിരിക്കുന്നത്. You are manipulating yourself. That's not fair. Get out from that. Okay. Now I need a clarification for 6 of Wands energy. 6 of Wands, please. Clarification for 6 of Wands. ഫാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങളുടെ ട്രോമ നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പലതും എൻഡായി പോയി എന്ന് ധരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. വേൾഡ് കാർഡ്, ഇവിടെ വേൾഡ് കാർഡ് ഡബിൾ. നിങ്ങളുടെ ജീവിതത്തിലെ പഴയ കാല കുറേ പ്രോബ്ലംസ്, 6 of Cups, Queen of Wands. ഓക്കെ, നിങ്ങളുടെ വളരെ ഭംഗിയുള്ള കാലം, നിങ്ങളുടെ പഴയ കാലം, നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നീതിയുണ്ട് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വേണം. എത്ര കഴിഞ്ഞാലും എനിക്കതിൽ വിജയിക്കണം. അത് നിങ്ങൾ ഈ പാസ്റ്റ് ട്രോമ ഉള്ളത് കൊണ്ട് അതൊരു റിവഞ്ചായിട്ട് പോസിറ്റീവായിട്ട് എനിക്കതിൽ ജയിക്കണം എന്നൊരു വാശി നിങ്ങൾക്ക്, അതിനു വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ, ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളത് പുഷ് ചെയ്തുകൊണ്ട് ഇരിക്കാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ, ഇത് മോഹൻലാലിൻ്റെ സിനിമയിലെ മണിച്ചിത്രത്താഴിൽ പറയുന്നത് പോലെ ഉള്ളൊരു സബ് കോൺഷ്യസ് പോക്കല്ല. This is something different. That is also different. That's also different thing. ഇനി ഞാനിതൊന്ന് അതിനകത്ത് വേറൊരു കാർഡ് ഇതിനകത്ത് കാണിച്ചു. 7 of Swords. My goodness, I didn't see this. വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നിങ്ങൾ. സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നു, വിജയിക്കണം, 6 of Wands again ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അഗെയിൻ 7 of Swords, 5 of Swords. നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് യു ആർ ഫീലിംഗ് ദാറ്റ് യു ആർ നോട്ട് ഇനഫ്. അതാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ Ace of Wands അവിടെ കണ്ടപ്പോൾ Ace of Pentacles ഇവിടെ ഉണ്ട്. സ്റ്റെബിലിറ്റി വേണം ജീവിതത്തിൽ, കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് ധരിച്ച് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയിക്കണം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, വിജയം തോൽവിയല്ല ജീവിതത്തിലെ കാര്യം, അതിലെ പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം വൺസ് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയം നമ്മൾ സ്റ്റേബിളാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. വിജയിക്കുന്നത് നല്ല കാര്യമാണ്, വിജയിക്കേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഈ വിജയിച്ചില്ലാത്ത കാര്യങ്ങളിൽ പിന്നെ നമുക്കിത് കുറ്റബോധം ഉണ്ടാവുക. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ഡിസേർവ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഇല്ലാത്തൊരു സംഭവമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമുണ്ട്. സോ പ്രോസസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, അതാണ് എൻ്റെ ഒരു നിങ്ങളോടുള്ള ഉപദേശം. ഇത്
കാർഡ്സ് തന്നതാണ്, മറ്റേത് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്. ഇനി പൈൽ നമ്പർ 2 പോവാണ്. അപ്പം നിങ്ങളുടെ ഇന്നലത്തെ റീഡിംഗ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. 1.5 അങ്ങനെ കണ്ട ആൾക്കാർ വാച്ച് ചെയ്തിട്ടുണ്ട്. വാട്ടെവർ, നല്ലൊരു കാര്യം. ഇന്നിപ്പോൾ നിങ്ങളുടെ സീക്രട്സ് നിങ്ങളുടെ മനസ്സിൽ അറിയാൻ പറ്റുകയെന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനാണ് ഇഷ്ടം. ഏത് സമയത്തും പ്രണയം പറഞ്ഞ് നിങ്ങളുടെ ആൾ ഏത് സമയത്തും നിങ്ങളെക്കുറിച്ച് എന്ത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് എന്ത് ധാരണയാണ്, നിങ്ങളുടെ സെക്ഷൽ ഫീലിങ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊരിക്കലും ഒരു സ്പിരിച്വൽ ലീഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹീലിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ് ആദ്യം ഹീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ലവ് റീഡേഴ്സ് ഉണ്ടാവും, ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ചില കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് ചില അറിവുകൾ, റിയലൈസേഷൻസ്, റെവലേഷൻസ് ഒക്കെ വരും. അത് മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും കാര്യം പറ്റിക്കുന്നുണ്ടോ, പറ്റിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന സന്ദർഭങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ആസ്ട്രോളജിയുടെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് ട്രാൻസ്ഫോർമേഷൻ, ഏത് ട്രാൻസിറ്റിൽ എങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ ഒരു സീക്രട്സ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളോട് നമ്മുടെ എന്തെങ്കിലും സീക്രട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ സമയത്ത് അറിയാൻ കഴിയും. ഇതൊരു വേറൊരു സീക്രട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഫയൽ നമ്പർ 2 പോവാണ്. അതിന് മുമ്പ് ഞാനിതൊന്ന് ഇതാക്കി വെക്കാം. ഓക്കെ, ഒന്നും കൂടി ആക്കാം. ഇത് എന്താക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരമാർത്ഥവും. ഓക്കെ, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് എവിടെ പോയാലും നമുക്ക് കിട്ടിയിരിക്കും, അല്ലേ? എവിടെ പോയാലും നമുക്ക് കിട്ടും, അല്ലാത്ത നമുക്ക് കിട്ടില്ല. അത്ര തന്നെ, നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ let me go to pile number 2. Your subconscious mind. Whatever. Pile number 2. Whoever watching this video, the collective energy of the secrets of your power and negatives, the subconscious mind of pile number 2, the angels, the guides, the power of the universe, the elements of the universe, the magic, the visions of the universe. Okay, pile number 2. നമുക്ക് ഹാപ്പിയുടെ വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്യാണ്. ഒരു കൂട്ടരെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഇതൊരു നമ്മളിങ്ങനെ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകുന്ന, കൊടൈക്കനാലൊക്കെ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു കൂട്ടരെ അങ്ങനെ നമ്മൾ നയിച്ച് അവരെ കൊടൈക്കനാലിൽ ഇറക്കി തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. ഇനി നെക്സ്റ്റ് റൗണ്ട് pile number 2 what is your subconscious mind, my darlings? Okay, your subconscious mind, pile number 2.
ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലായിരിക്കാം. ഞാനിപ്പോൾ ഒരു ഗൈഡാണ്. നമ്മൾ കൊടൈക്കനാലാണോ ഊട്ടിയാണോ അതെന്ന് എനിക്കറിയില്ല കേട്ടോ, സോറി. പക്ഷെ നമ്മളവിടെ എത്തി. ഇപ്പം ഗൈഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാണ്. പക്ഷെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ആ ഗൈഡാണത് ഹെർമിറ്റ്. ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ ഒരു വേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലും ഒരു പക്ഷേ അതെനിക്കറിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അവലോകനം, അങ്ങനെ ഒരു ഗൈഡ്, ഒരു ടീച്ചർഷിപ്പ്, ഒരു മധ്യസ്ഥത, ഒരു വഴികാട്ടി, അങ്ങനത്തെ ഇത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ധരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ തന്നെ ഒരു വഴികാട്ടിയാണ്. എല്ലാ കാര്യത്തിലും, എല്ലാത്തിലും, ജീവിതത്തിൽ എന്തിനും ഏതിനും അടക്കും ചിട്ടയും ലെവലും കമ്മിറ്റ്മെൻറ്റും സ്റ്റെബിലിറ്റിയും വേണമെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള, ഭയങ്കര ഒതൻറ്റിക് ലീഡർഷിപ്പ് പവറുള്ള ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയാം. നിങ്ങൾ പുറത്തേക്ക് വേറെ ആളായിരിക്കാം, ബട്ട് യു ആർ വെരി പവർഫുൾ, പ്രൗഡഡ്. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കാര്യങ്ങളിൽ വളരെയധികം പ്രൗഡഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. കാര്യങ്ങളിൽ എന്ത് ചെയ്താലും അതിലൊരു സ്ഥിരത വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. കമ്മിറ്റ്മെന്റ്സിൽ വിശ്വാസം. ഇങ്ങനെയുള്ള വ്യക്തികൾ പറ്റിക്കൽ കുറവായിരിക്കും. അപ്പം മറ്റുള്ളവരെ പറ്റിക്കണമെന്നും സ്വയം മാനിപ്പുലേറ്റ് ചെയ്യണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ ആം സേയിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതിനെ ലീവ് ചെയ്യാൻ ഒരു തരി പോലും നിങ്ങൾ മടിക്കാറില്ല. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റെടുക്കാനും അതിന് ഉത്തരവാദിത്തത്തോടെ കൊണ്ടുപോകാനും നിങ്ങൾ മടി കാണിക്കാറില്ല. വളരെ നല്ലൊരു ഇതാണ്. പക്ഷെ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തം എടുത്തത് കൊണ്ടാവാം ഇപ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തൽക്കാലം ഇത്തിരി റെസ്റ്റിലാണ്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ റെസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടില്ല. നോട്ട് ഇൻ റെസ്റ്റ് ഇൻ പീസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ടേം. ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും, ഒന്നും സംഭവിച്ചില്ലെങ്കിലും എല്ലാം ഈസി ആയിട്ട് സംഭവിക്കുമെന്ന് ജീവിതത്തിൽ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു ഇത്. സ്വന്തം പവർ, സ്വന്തം ട്രഡീഷൻ, സ്വന്തം ബിലീഫ് സിസ്റ്റത്തിൽ ഉറച്ച വിശ്വാസമുള്ള ആരുമാണ്. ഒരു സ്റ്റാർ ആവണമെന്നോ, അങ്ങനെ സ്റ്റാറിനെ പോലെ പ്രശോഭിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്വയം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കും നിങ്ങൾക്ക് തന്നെ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന, അത് വെറുതെ കാട് കയറിയിട്ട് മറ്റേ ഫെയറി വേൾഡിലെ സ്വപ്നങ്ങളല്ല, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളല്ല. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ സ്റ്റെബിലിറ്റിയാണ് കൂടുതൽ കാണുന്നത്, ഫയർ എനർജി ആൻഡ് സ്റ്റെബിലിറ്റി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് യോജിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ യു ആർ ലീവിങ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഹാരഫൻഡ്, അതായത് ചിട്ടവട്ടങ്ങൾ, അതായത് കമ്മിറ്റ്മെന്റ്സ് സ്റ്റേബിൾ അല്ലാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കും.
നിങ്ങൾക്ക് തന്നെ ഹൈ ഇൻഡ്യൂഷൻ പവർ ഉണ്ട്, ഹൈ മാസ്കുലിൻ എനർജി ഉണ്ടാവാം. ഇപ്പം ഇവിടെ മാസ്കുലിൻ എനർജിയുടെയും ഫെമിനിൻ എനർജിയുടെയും ഒരു നല്ല ബാലൻസ് കാണാം. അതായത് ക്വീൻ ഓഫ് കിങ്സും ക്വീൻ ഓഫ് വാൺസ് ആൻഡ് മജീഷ്യൻ, വണ്ടർഫുൾ വിത്ത് ഹയറഫന്റ്. അപ്പം കുറേ ചിട്ടവട്ടങ്ങളിൽ ഒരു വിശ്വാസം ഉള്ള ഒരാളായിരിക്കും. സ്വന്തമായിട്ടൊക്കെ ഒരുപാട് ആ ഡ്രീമിൽ ഒരിക്കലും ഫെയറി ടെയിൽസ് വരില്ല. നടക്കാൻ, അതായത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന സ്വപ്നങ്ങൾ മാത്രമേ നിങ്ങൾ കാണാറുള്ളൂ. ബട്ട് സ്റ്റിൽ യു ആർ ഡ്രീമിങ് എ ലോട്ട് ഇൻ യുവർ സബ് കോൺഷ്യസ്. അറ്റ് ദ സെയിം ടൈം വരാൻ പോകുന്ന ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആയിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ ഉറപ്പുണ്ട്. പഴയ പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ബട്ട് അതിനു വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കുന്ന കോമാളിയാവില്ല. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ ലെറ്റ് മീ ഗോ ടു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലാരിഫിക്കേഷൻ വലിയ കാര്യമായിട്ട് വരേണ്ടത് ഇവിടെ ഈ 4 of Swords, resting. What is the clarification for resting your subconscious mind? Resting of your subconscious mind. Wow. ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. നിങ്ങൾ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പവർ ഉപയോഗിച്ച് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ടാവും, വേർട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യം കൊണ്ടും പഴയ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ആ പഴയ കാലം തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു സൺ എനർജി, അതായത് ഒരു ലൈറ്റ് എനർജി വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിന് ഒരു റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തിരിക്കുന്നു. പിന്നെയുള്ള ഇതിൽ ഒരു കാർഡിനും ക്ലാരിഫിക്കേഷൻ വേണ്ടുന്ന കാർഡുകളില്ല. ബിക്കോസ് എവറിത്തിങ് ഈസ് ക്ലിയർ ആൻഡ് ജെനുവിൻ അക്കോർഡിംഗ് ടു ദ പർപ്പസ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് ചില സമയത്ത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പാൽ നമ്പർ 3 പോവാം. അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ പാക്കേജൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, പാൽ നമ്പർ 2. ഓക്കെ, ഇനി നമ്മൾ പാൽ നമ്പർ 3 പോവാണ്. ഓക്കെ, നമ്മൾ പാൽ നമ്പർ 3 പോവാം. പാൽ നമ്പർ 3 നമ്മൾ പോവാം. File number 3. Your subconscious mind, collective subconscious mind, the energy. The energy of subconscious mind. Very powerful. Very powerful. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പ് കയറിയിരിക്കുന്നവര് നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. മെൻ്റലി നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്. ഹൈലി സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ. ഗാഡ്ജറ്റുമായിട്ടാണ് ഇവർ ഇറങ്ങിയേക്കണേ.
justice. What else? What else? What else? അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ. Point number 3. What is your strength? സ്ട്രെങ്ത് എന്താണെന്നല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. This is a person is completely know about the power of their mind. Queen of Wands with the strength card, double power. അല്ലെങ്കിൽ ഓൾറെഡി പവർ ഉള്ള ആളായിരിക്കും. Subconsciously you're very powerful, very proud, maybe over proud, over എന്താ പറയുക, അമിത വിശ്വാസം എന്ന് പറയുന്നത്, ഓവർ അംബിഷ്യസ്, ഭയങ്കര പാഷൻ, ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് മല കുത്തി തിരിഞ്ഞു വന്നാലും പ്രതിരോധിച്ച് നിൽക്കാനുള്ള കരുത്തുള്ള സോൾജിയർ എനർജി. നൈറ്റ് ഓഫ് വാൻഡ്സ്, 1000 ആനകൾ വന്നാലും തടുത്ത് നിർത്തുന്ന ഒരൊറ്റ സിംഹം. അതാണ്. അതായത് മെന്റൽ പവർ ഈസ് വെരി ഹൈ, ഹൈലി നോളജബിൾ, clear and accurate movement, very resourceful, ബിലീഫ് സിസ്റ്റത്തിലും ഹൈറാർക്കിയിലും ബാക്കിയുള്ള നൂലാമാലകളിലൊന്നും കെയർ ചെയ്യാത്ത ഒരാൾ. ബട്ട് വെരി ലോട്ട് ഓഫ് ഡ്രീംസ്. ആ ഡ്രീംസിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്കുള്ളത്. വെരി ഹാർഡ് വർക്കിംഗ്. അതാണ് വെരി ഹാർഡ് വർക്കിംഗ്. നീതിബോധം അതങ്ങനെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. നീതിബോധം ഉള്ള ഒരാളാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി. യു ആർ തിങ്ക് അബൌട്ട് ജസ്റ്റിസ് ഓൾ ദ ടൈം ആൻഡ് ബിഹേവ് ലൈക്ക് ദാറ്റ് മേ ബി. അതാണ്. എന്ത് ചലഞ്ച് വന്നാലും, ചലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ദർ ആർ ലോട്ട് ഓഫ് ചലഞ്ചസ്, യെസ് ഓഫ് കോഴ്സ്. പക്ഷെ ചാലഞ്ചസിനെ പുഷ്പം പോലെ എടുക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ നമ്പർ 3 തിരഞ്ഞെടുത്തത് കാണുന്നത്. മേ ബി മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ട്, സ്വയം ഗൈഡ് ചെയ്യാനുള്ള കഴിവും. ഇങ്ങനെ ഒരു ടാരോട്ട് കാർഡ് റീഡറുടെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ എന്നെ പോലുള്ള സ്വയം പവർഫുൾ, മെന്റൽ പവർഫുൾ, വളരെ വളരെ സ്ട്രെങ്ത്ഫുള്ളാണ്. പക്ഷെ ഇടയ്ക്ക് എവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കണം. 2 of Wands ഉണ്ട്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ട് ഓവറോൾ ദ എനർജി വളരെ ഗ്രേറ്റ് ആണ്. ഓക്കെ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്പർ 3യുടെ. ഓക്കെ, സോ ക്ലാരിഫിക്കേഷൻ ഫോർ 2 of Wands. അത് മാത്രമേ എനിക്ക് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുള്ളൂ. What is the clarification for 2 of Wands here for pile number 3 for their subconscious mind? What is the clarification for pile number 3 for their subconscious mind? What is the clarification? Please. ഞാൻ ഒരെണ്ണമാണ് ചോദിച്ചത്, ഇവിടെ 3 തന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം റീസെൻ്റ്ലി ചിലപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. എന്തോ ഒരു കാര്യം സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല, ഞാനിവിടെ നോക്കുന്നുമില്ല, അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ നമ്മുടെ വിഷയം ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡാണ്. അങ്ങനെ നോക്കിപ്പോയി നമ്മളെല്ലാത്തിൻ്റെയും കാരണങ്ങൾ കണ്ടുപിടിച്ചു. എൻ്റെ വീഡിയോ ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട്, അവസാനിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക്
അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ പെട്ടുകിടക്കുന്നു. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മനസ്സ് ഇപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്കുണ്ട്, പെട്ടുകിടക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് ഫ്രീ ആവണം എന്ന് ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷെ ഫ്രീ ആവാൻ എങ്ങനെ ആവും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതാവോ ആവില്ലേ എന്ന് നമുക്ക് കാണാം. ഓക്കെ, വാട്ട് ഈസ് ആഫ്റ്റർ ഇഫക്റ്റ്? ഓഫ് കോഴ്സ് ഇതൊരു പണപരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കണം. പണമുണ്ട്, പവറുണ്ട്, ഒരു പക്ഷേ റിലേഷൻഷിപ്പും ഉണ്ടാവാം, വടവാ. പക്ഷെ അതിലൊരു സക്സസ് കാണുന്നുണ്ട്. ഇതെന്താണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ എടുക്കുന്ന ഡിസിഷനിൽ ഒരു സക്സസ് ഉണ്ട്. ഓക്കെ, അത്ര അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, കാട് കയറേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് കാട് കയറി പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ 4th ഫയലിലേക്ക് നമ്മൾ പോവാണ്. ഇനി ഇത് തന്നെ ഞാൻ ഇംഗ്ലീഷ് എടുക്കണം. ഇംഗ്ലീഷ് വീഡിയോ കാണുന്നവർക്ക് അത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. കാരണം അവിടെ കാണുന്ന ആൾക്കാരുടെ എനർജി അനുസരിച്ചാണ് അവിടെ വരിക. അപ്പോൾ ഓക്കെ ഓക്കെ സോ ഫയൽ നമ്പർ 4ലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി തിരിച്ചു വീണ്ടും കേരളത്തിൽ വന്നു. ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചു. ഒരുപാട് കാശൊന്നും ഇല്ലാത്തത് നമ്മൾ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും അടുത്ത വണ്ടി പിടിക്കുന്നത് വരെ ലാൽ സലാം. അങ്ങനെ പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ കേരളത്തിൽ. എനിവേ ഞാൻ പറയുന്നത് ബൈ ബൈ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു 4th round, Ooty Kodaikanal. Okay, subconscious mind of 4th pile. Whoever watching this video, the power energies, the subconscious mind. Power number 4. The subconscious mind. Power number 4. നിങ്ങളിത് ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡ് ഓഫ് പവർ നമ്പർ 4. Please show me the subconscious mind. File number 4. Subconscious mind of file number 4. സോറി, ജീവൻ നീ അവിടെ കൈ കാണിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് വീഡിയോ ഉണ്ടോ? സോറി, ഇറ്റ്സ് ഓക്കെ, ഗോ നൗ. ഞാൻ ഈ കാർഡ് കണ്ടപ്പോൾ ഇപ്പം എടുത്ത 3 കാർഡ് നേരത്തെ ഞാൻ കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കുള്ളതല്ലാന്ന്. ഇത് വീണ്ടും വന്നേക്കണം. എവിടെയോ ചതി പറ്റിയതിൻ്റെ വേദന, ചതിച്ചതിൻ്റെ വേദന, നഷ്ടപ്പെട്ടതിൻ്റെ വേദന, ഒരുപാട് വേദനയുണ്ട് കേട്ടോ. ഫയൽ നമ്പർ 4. ഞാൻ ഒരു മിനിറ്റ് ഇത്തിരി ചായ കുടിച്ചോട്ടെ. നിങ്ങളെന്നെ തെറ്റിയിരിക്കരുത്. കപ്പൊന്നും കണ്ട് പേടിക്കണ്ട. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാലേ ഇത്തിരി തളർച്ചയുണ്ട്. കാരണം ലേറ്റായിട്ട് ഉറങ്ങുന്നത്. ഞാൻ കണ്ടു ഇന്നലെ ഒരുപാട് പേര് പ്രൈവറ്റ് റീഡിങ്ങിന് ചോദിച്ചിട്ടുണ്ട്.
എല്ലാവർക്കും ഞാൻ കുറേ പേർക്ക് ഞാൻ ട്രേഡിങ് ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കൊടുത്തു. കുറേ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇനി പതുക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമയം കിട്ടുന്നതിനനുസരിച്ച്. നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ നമുക്ക് നല്ല പൈസയുണ്ട്. ഇപ്പം മലയാളികൾക്ക് ഞാൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കൊരു വേറൊരു ഇത് ഇട്ട് തരാം. മലയാളികളായതുകൊണ്ട് നമുക്ക് അത്രയൊരു ഇംഗ്ലീഷുകാരുടെ അത്രയൊരു നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല, പിന്നെ നാട്ടുകാരായതുകൊണ്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഒളിച്ചു വെച്ച് എൻ്റെ അടുത്തൊരു കാര്യം അങ്ങനെ ചെയ്താൽ ഞാൻ പറയുന്ന ഫലവും തെറ്റിപ്പോവും, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും തെറ്റിപ്പോവും. കാരണം ഞാൻ നോക്കുന്നത് 3-4 രീതിയിൽ. ഞാൻ ഇപ്പോൾ ഇത്രയും നാൾ പ്രൈവറ്റ് ട്രേഡിങ് ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ പേയ്മെൻറ്റ് തന്ന് ചെയ്യുന്നത്. ഞാൻ അതിന് ജാമക്കൊരു പ്രശ്നമൊക്കെ നോക്കും. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ചോദിക്കുന്ന സമയമൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ആൻസർ തരിക. അപ്പോൾ അതെനിക്ക് വർക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഇമെയിൽ അയക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഇമെയിൽ അയക്കുക, അങ്ങനെയല്ല. മനസ്സിൽ ക്വസ്റ്റ്യൻ തോന്നുമ്പോഴാണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രശ്നം പറഞ്ഞു കഴിയുന്നത് ചില കാര്യങ്ങളിൽ ഫലിക്കുകയും ചില കാര്യങ്ങളിൽ ഫലിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിന് ചോദിക്കുന്ന ആളുടെ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കില്ല. ഒരു പക്ഷേ ആളുടെ മനസ്സിലാക്കാൻ സംഭവം തോന്നുന്നത് 2 ദിവസം മുമ്പും, പിന്നെ ആ കാര്യം വന്ന് ആസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നത് 2 ദിവസം കഴിഞ്ഞും, ഇഷ്ടമുള്ള സമയത്ത് സൗകര്യമുള്ള സമയത്ത് ബസ് പിടിച്ച് വന്നിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിൽ തോന്നുന്ന സമയം നമ്മൾ എടുത്തു വെച്ചാൽ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും, ആക്യുറേറ്റ് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു എന്തെങ്കിലും പേപ്പാൽ അക്കൗണ്ടിൽ ഒരു പ്രൈവറ്റ് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്കൊരു മീഡിയം റേഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3/4 മണിക്കൂർ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെയും ചിന്തിക്കണം, എനിക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അതിനകത്ത് വയ്ക്കണം. കാരണം എനിക്ക് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് ഇന്ത്യ അങ്ങനെ കുറേ രാജ്യങ്ങൾ എനിക്ക് അൺലിമിറ്റഡ് കോൾസ് ഉള്ളതാണ്. സോ എനിക്ക് നിങ്ങളെ വിളിക്കാം. നിങ്ങളുടെ ആപ്റ്റ് ടൈം അല്ല, ഞാൻ ടൈം ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ, എനിക്ക് ഇവിടെ ഫ്രീ ഉള്ള സമയം നോക്കിയിട്ട് വേണം. സോ അത് ഞാൻ പറയാം. അങ്ങനെ നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു നോർമലി നമ്മൾ ഇവിടെ ½ ആൻ അവർ റീഡിങ്ങിന് പറയുന്നത് $69 ആണ്. ഇവിടുത്തെ റീഡിങ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ $105 ഞാൻ പറയുന്നത് നമ്മുടെ സൈറ്റിലെ കാര്യം. നമ്മുടെ സൈറ്റിൽ വളരെ കുറച്ച് പൈസയാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് അപ്പോഴും നമുക്കിപ്പോൾ നാട്ടിൽ പ്രോബ്ലംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ മിക്കവാറൊക്കെ പിള്ളേരുകളായിരിക്കും, ഇവർക്ക് പൈസ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മിനിമം നമ്മളൊരു ബഡ്ജറ്റ് നമ്മളതിനെ വയ്ക്കുകയാണ്. ഒരു എന്താ പറയുക, ഞാനിപ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ ഡോളർ ഇപ്പോൾ ഒരു $30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരുമെന്ന് എനിക്കറിയില്ല. 5 3 എനിക്കങ്ങനെ ഒരു 1500 വരെയായിരിക്കും. 1500 വരെയായിരിക്കും. എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. ഓക്കെ, പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന പക്ഷേ 1/2 മണിക്കൂർ റീഡിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഉള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഉള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ റീഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും ചെയ്യുന്ന ജോലിയല്ലേ, എനിക്കും മക്കളുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കപ്പോൾ എനിക്ക് എല്ലാപ്പോഴും ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അതുകൊണ്ടാണ് ഒരു റീസണബിൾ റേറ്റ് നമ്മൾ പറയുന്നത് മലയാളികൾക്ക് മാത്രം. ഓക്കെ, അപ്പോൾ അതൊരു 10 to 15 മിനിറ്റ്സിൽ ഞാൻ സംസാരിച്ച് നിർത്തും. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കും. നിങ്ങളുടെ കാര്യം കറക്റ്റാണോ എന്നുള്ളതാണ് അതിൽ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ വയസ്സ്, തെറ്റുപറ്റി, പേര് കറക്റ്റ്, ഏജ്, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടാം. നിങ്ങൾ ഇമെയിൽ അയക്കുന്ന സമയം അവിടെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സമയം, ഡേറ്റ്, ടൈം, AM ഉം PM ഉം ഇടാം.
ഓക്കെ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അതിനകത്ത് ഇടാം. ഓക്കെ, 2 ക്വസ്റ്റ്യനേക്കാൾ കൂടുതൽ ചോദിക്കരുത്. കാരണം 2 ക്വസ്റ്റ്യൻ, 3 മാക്സിമം 3 ക്വസ്റ്റ്യൻ, അല്ലാണ്ട് അതിന് മേലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ടൈമിൻ്റെ, അതായത് നിങ്ങൾ ആ മനസ്സിൽ വിചാരിക്കുന്ന ടൈമിൻ്റെ ആൻസർ ആവില്ല. കാരണം 3 ക്വസ്റ്റ്യനും 3 ടൈമിലായിരിക്കണം. ഓക്കെ, അപ്പം അത് ഞാൻ ജാമക്കോൽ പ്രശ്നം വഴി കണ്ടുപിടിക്കും, ടാരോട്ട് റീഡിങ് വെച്ച് കണ്ടുപിടിക്കും, അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കും, റൂംസ് നോക്കും. ഇത്രയും പണി ഞാൻ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഫോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ കാണണ്ട. അപ്പോൾ അതൊരു നമുക്ക് അതൊരു ഓൾമോസ്റ്റ് ഒരു $30 എന്ന് പറയുമ്പോൾ 1500 വരെ ആയിരിക്കും. അത്രേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ എനിക്ക് വേറെ ഇതിനേലും കുറച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് അത് ഞാൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. എനിക്ക് ചെയ്യാം, പക്ഷെ ഞാൻ ഇത്തിരിയും കൂടി പ്രശ്നവശാലും കൂടി നോക്കി നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരാൻ ശ്രമിക്കും. മനസ്സിലായോ? ഇപ്പോഴല്ല, ഞാൻ വെബ്സൈറ്റ് തുടങ്ങുന്ന സമയത്ത് ഞാനത് ചെയ്യും. കാരണം മറ്റുള്ളവർക്ക് റീഡിങ്ങിന് പൈസ വാങ്ങിച്ച് തുടങ്ങുന്ന ഒരു സമയത്തെ ഞാൻ നിങ്ങളുടെ കാര്യത്തിലും ചെയ്യും. അപ്പോൾ പ്രൈവറ്റ് റീഡിങ്ങിന് ഇപ്പം ചോദിക്കുന്നവർ ദയവ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. അതെൻ്റെ അഭ്യർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ പാൽ നമ്പർ 4, ഞാനേ ചായ കുടിയിൽ വലിയ ആളായിട്ടൊന്നുമല്ല, വിശക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 മണിക്ക് ഉണ്ടാവും ചെയ്യും. അങ്ങനെ രാവിലെ കഴിക്കുന്ന ശീലമൊക്കെ കുറവാണ്, വളരെ റയറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഒക്കെ വേണം ജീവിതത്തിൽ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഹയർ ഇൻഡ്യൂഷൻസ് ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ്. പക്ഷെ ഹൈ പ്രീസ്റ്റസിൻ്റെ വില അറിയാത്ത അവസ്ഥയാണ് അതിൽ മറ്റുള്ള കാർഡുകൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ പവറും വളരെ സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നും വളരെ ഇൻ്റലക്ച്വലും ലോജിക്കലായിട്ട് ചിന്തിക്കണമെന്നും അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ. പക്ഷേ അതിൻ്റെ ബാലൻസ് കാർഡുകൾ വരുമ്പോൾ അവിടെ തട്ടുകേട്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്ലിയർ ആയിട്ട് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ 3-4 റീഡിങ്ങിൽ വന്നതിൽ ഏറ്റവും മോശമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പവറിനെ അറിയാത്ത ആൾക്കാർ എന്ന് പറയാം. ഇതിൽ വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു മൈൻഡാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങളുടെ ധാരണ അങ്ങനെയല്ല. ഇതിലെവിടേക്കോ നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടേക്കോ എന്തിനേക്കോ, നമ്മളിപ്പോൾ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നിങ്ങൾക്ക് ചതികൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതികൾ പറ്റിയിട്ടുണ്ടാവും. അതിൻ്റെ നഷ്ടബോധം ഒരുപാട് നിങ്ങളുടെ ഡീപ്പ് മൈൻഡിൽ, സബ് കോൺഷ്യസിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കില്ല. വിശ്വാസം ഉണ്ടെന്ന് കാണിക്കുള്ളൂ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കിങ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പവർ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്റ്റെബിളായിട്ട് പുറത്തേക്ക് എങ്ങനെ കാണിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ കിടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഫോർച്യൂൺസിനെ കുറിച്ചും നല്ലത് വരണമെന്നോ, നല്ല പവർഫുൾ, നിങ്ങൾ ഭയങ്കര പവർഫുൾ. ഇതിന് ഞാൻ പറയുന്ന പോസിറ്റീവ് കാർഡ് ഞാൻ പറയുന്നത് ഇതേ കണ്ടില്ലേ, ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് വാണ്ട്സ്, 4 ഓഫ് വാണ്ട്സ്, സ്റ്റെബിലിറ്റി, കിങ് ഓഫ് സോഴ്സ്. ഓക്കെ, പവർ, കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ഷാർപ്പ്, ലോജിക്കലി ഭയങ്കര സ്ട്രോങ്, ഭയങ്കര സ്റ്റേബിളായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി. ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ. ബട്ട് നിങ്ങളുടെ വേറെ കുറേ വശങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സംഭവം, അതാണ് പറഞ്ഞ ഈ ഡീപ്പ് ഫീലിംഗ്, ലോസ്റ്റ് ഫീലിംഗ് ഓഫ് സംതിങ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല.
ചതി പറ്റിയതിൻ്റെ വേദന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചതിൻ്റെ കുറ്റബോധം, റിഗ്രഷൻ, ഇതിലേതെങ്കിലും ഒന്ന്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പക്വതയില്ലാത്ത, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പക്വതയില്ലാത്ത, ഇത്രയും പക്വതയുള്ള ഒരാൾ ഈ പ്രോബ്ലംസ് കൊണ്ട് പക്വതയില്ലാത്ത, ഇമ്മച്വറായിട്ട് പെരുമാറുന്ന ചില അവസ്ഥകൾ വന്നിട്ടുണ്ടാകും. പക്ഷെ നല്ല പ്രോസ്പെറേറ്റ് ആയിട്ടുള്ളൊരു ഭാവി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, പ്രതീക്ഷയുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനെ കൂടെ കടന്നു പോവാണ്. എന്തിൻ്റെ? ഈ ഒരു പെയിനിൻ്റെയും ഈ ഒരു പ്രോബ്ലത്തിൻ്റെയും ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ച് ഇപ്പം നിങ്ങളൊരു ഡെത്ത് പൊസിഷൻ ട്രാൻസ്ഫോർമേഷനെ കൂടെ കടന്നു പോകുന്നു. നിങ്ങൾ ചെയ്ത നിങ്ങളുടെ മനസ്സിൻ്റെ നന്മകളോ തിന്മകളോ വാട്ടവർ, അതിന് നിങ്ങൾ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഫലങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവ്, സബ് കോൺഷ്യസ്, നിങ്ങളുടെ ആത്മാവല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ വേറൊരു ഇതാണ്. അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും പുറപ്പെടാൻ തയ്യാറായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് ഫീലിങ്സ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് മാറ്റണം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അത് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വി ക്യാൻ ലുക്ക് ഇറ്റ്, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ദ റിയാലിറ്റി ഹിയർ. ഇനി നമുക്ക് നോക്കാം what is going on with this Seven of Swords in your subconscious mind. Part number 4. Clarity. ഇത് തന്നെ മരിച്ച അവസ്ഥ, ആരോ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥ, വഞ്ചിച്ചു പോയതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പോയതിൻ്റെ അവസ്ഥ, ഒന്നും ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ, ലോസ്റ്റിങ്, ദ റിഗ്രഷൻ, അങ്ങനെ. പക്ഷെ അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല നിങ്ങൾ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ആഫ്റ്റർ ദ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ആഫ്റ്റർ ദ ഡെത്ത്, after the personal transformation. Too many cards came. Look at that. After the transformation, what is this? After the transformation, stability. ഈ പറയുന്ന സ്റ്റെബിലിറ്റി, നിങ്ങളുടെ പൂർവ്വ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരാണ്. വണ്ടർഫുൾ. അതാണ് മാജിക്. മനസ്സിലായോ? അതാണ് മാജിക്. നമുക്ക് ഒന്നുകൂടി ഒരു കാർഡിൻ്റെ ആവശ്യമുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് യു വെയിറ്റിംഗ് ഫോർ? 3 of Wands. അത് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്? നിങ്ങൾ പണി ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് അറിയണമല്ലോ. ഈ കൊണ്ടുപോയ ഗൈഡിനെ അറിയണ്ടേ? പുതിയതായിട്ട് എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ട് സംതിങ് സ്റ്റാർട്ട്. അത് എന്തു ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ, സംതിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. കണ്ടാ? വണ്ടർഫുൾ. വാട്ട് ഈസ് ദ വീൽ ഓഫ് ഫോർച്യൂൺ? ഫാമിലി. ഈ പെയിൻ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ റിഗ്രഷൻ, വഞ്ചന, ഇതൊക്കെ പോയിട്ട് ഈ ഫീൽ ഓഫ് ഫോർച്യൂൺ വരികയാണ്. എങ്ങനെ? അതിൻ്റെ ഒരു കംപ്ലീഷൻ കഴിഞ്ഞ് ഗുഡ് ഫാമിലി, good fortune, good completion, good abundance is on the way once you finished this process. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം. നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിൽ നിന്ന് റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, അതാണ്. ഓക്കെ, ആ റിഗ്രഷനും ലോസ്റ്റ് ഫീലിങ്സും ചീറ്റിങ് നടത്തി എന്നുള്ള തോന്നലും, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോന്നലും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും പതുക്കെ എടുത്ത് മാറ്റേണ്ടതാകുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പായ നമ്പർ 4, നിങ്ങളുടെ വണ്ടിയും തിരിച്ച് കേരളത്തിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ഹാപ്പി ആയി. എന്നിട്ട് നമ്മൾ ഇനിയൊരു കോളേജ് ഡേ പോലെ, അങ്ങനെയല്ല, പ്രീവിയസ് സ്റ്റുഡൻസ് മീറ്റ്, അങ്ങനത്തെ ഒരു മീറ്റ് നമ്മൾ ഈ കൊടൈക്കനാലും ഊട്ടിയിലൊക്കെ പോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെഷൻ നമ്മൾ നടത്തും. നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തു എന്ന് എനിക്ക് അറിയണം കേട്ടോ.
അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ RC ചാനലിൽ നിങ്ങൾക്ക് പ്രണയലീലകൾ മാത്രം കാണിക്കുന്ന ഒരു ചാനലല്ല. അതുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ തമ്പനയിൽ നിങ്ങൾക്ക് അത് കാണാനും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഓവറോൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ നോക്കുന്നത്. സോ ആ ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളിപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കി, ഇനി നമ്മുടെ പ്രവൃത്തിയുടെ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യും. അതെന്താണെന്നറിയോ? ഇതിൻ്റെ ബാലൻസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ടെസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഇവിടെയൊക്കെ +2-നും +1-നും 11th ഗ്രേഡ് 12th ഗ്രേഡ് 10th ഗ്രേഡൊക്കെ എക്സാമിനേഷൻ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മളിതിൻ്റെ ഒരു എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇതിനൊരു എക്സാം ഉണ്ട്. ആ ഒരു എക്സാം നമ്മൾ നോക്കും. നിങ്ങൾ അതിനകത്ത് എന്തെല്ലാം നിങ്ങൾ സബ് കോൺഷ്യസിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ നോക്കും. അത് കുറച്ച് കാലം നമുക്ക് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ചാനലിൽ വരുന്നവർ ഓരോ ദിവസം ചെല്ലും തോറും അവരുടെ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, എനിക്കറിയാം there are ടാരോ കാർഡ്സ് തന്നെ, സെക്ഷൽ ടാരോ കാർഡ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ സൂചിപ്പിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെ ഇതിലൊക്കെ അർത്ഥമുണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മുടെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കിതിലൊക്കെ അർത്ഥമുണ്ട്. അതിലും അർത്ഥമുണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബയോളജിക്കൽ. ഞാൻ അതിനൊന്നും ഒരിക്കലും മോശം പറയുന്നതല്ല. പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ശരിയാക്കിയെടുക്കേണ്ട നമ്മുടെ കുറേ ധാരണകളും തെറ്റിദ്ധാരണകളും ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ബേസ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും എൻ്റെ കുഞ്ഞു മോൻ 5 വയസ്സായിട്ടുള്ളൂ, അവൻ കിൻഡറിൽ പോകണം. സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ പിന്നെ സ്കൂളിന് തൊട്ട് മുമ്പുള്ള പ്രെപ്പ് അത് സ്കൂളിൽ തന്നെയാണ്, സ്കൂളിലാണ്. അത് തുടങ്ങുന്ന നെക്സ്റ്റ് ഇയർ ആവും തുടങ്ങും. പക്ഷെ ഇപ്പം കിൻഡറിലാണ്. ഇപ്പം കിൻഡറിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ ഒരു കാര്യം അവനോട് പറഞ്ഞപ്പം എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയല്ല അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ നിൻ്റെ അമ്മ പറയാണ് ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു I'm not going to. My teacher said that. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിലെ 3ാമത്തെ വ്യക്തിയാണ്. ആദ്യം നിൻ്റെ അമ്മയാണ് ദ ബെസ്റ്റ് ടീച്ചർ. നോ, യു ആർ നോട്ട് മൈ ടീച്ചർ, യു ആർ മൈ. എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ടീച്ചർമാർ പറയുന്നതാണ് ശരി എന്നാണ് അവരുടെ ധാരണ. അപ്പം ഞാൻ അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ തമാശ രൂപത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വലിയ സംഭവം നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കുട്ടികളുടെ മുമ്പിൽ നമ്മുടെ ടീച്ചർമാരാണ് ബെസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അപ്പൻ അവരാണ് ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയാൻ പുറത്തുള്ള ആൾക്കാർ മടിയും. ഓക്കെ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ആദ്യം പഠിപ്പിക്കുക. അപ്പം അങ്ങനെയൊന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കാണ്ട് പോയി ഒരു മൂലയിൽ കുത്തിരുന്ന് കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അവിടെ ഇരുന്നോ. അപ്പോൾ ഇന്ന് മമ്മിയുടെ കൂടെ കിടക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അവിടെ തന്നെ കുത്തിയിരുന്നോ, മനസ്സിലായി കഴിയുമ്പോൾ വന്നാൽ മതി തമാശ. അത് കഴിഞ്ഞിട്ട് അവൻ പതുക്കെ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു മമ്മി എന്തുകൊണ്ടാണ് മമ്മി പറയണ എന്ത് ടീച്ചറല്ല അമ്മയാണ് ഫസ്റ്റ് എന്ന് പറയണത് കാരണം എന്താണെന്ന് ചോദിച്ചു. കൊച്ചു ചിന്തിച്ചിട്ട് വന്ന് ചോദിച്ചാൽ അപ്പം ഞാനിങ്ങനെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു കൊടുത്താൽ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ അവൻ പറഞ്ഞു ദാറ്റ്സ് കറക്റ്റ്. ഇതൊക്കെ ടീച്ചറിന് തരാൻ പറ്റുമോ എന്ന് ടീച്ചറോട് ചോദിക്കണ്ട, ടീച്ചറിന് തരാൻ പറ്റുമോ എന്ന് വെച്ച് ഞാൻ നോ. അതാണ് അതുകൊണ്ടാണ് ഒരമ്മയാണ് ഒരു കുഞ്ഞിന് ഫസ്റ്റത്തെ ടീച്ചർ എന്ന് പറയണത്. മാതാപിതാക്കളാണ് ഫസ്റ്റ് ടീച്ചേഴ്സ്. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വാട്ട് എവർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വണ്ടിയിൽ നമ്മൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടി വേണമെന്നുള്ള നമ്മുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ എന്താണ് ഇപ്പോൾ നാട്ടിലെ ലക്ഷൂറിയസ് വണ്ടി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ പറയും ലാൻഡ് ക്രൂയിസർ, പ്രാഡോ എന്നൊക്കെ പറയും, വടവർ. അതിലൊക്കെ കയറി നമ്മളിങ്ങനെ കുറച്ച് പേര്, ഞാനങ്ങനെ കുറേ പേരെയും 10-100 പേരെയൊന്നും കയറ്റിക്കൊണ്ടുപോകാറില്ല, വ്യൂവേഴ്സ് കൂടുതലാണെങ്കിലും കുറച്ച് പേരെ കയറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നവർക്കെങ്കിലും മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, നമ്മൾ കൊണ്ടുപോയി നല്ലൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത യാത്രയിൽ നമുക്ക് പാർക്കണം. ഓക്കെ, ബൈ.